കാഫിർ സ്ക്രീൻഷോട്ട് ഡിവൈഎഫ്ഐ നേതാവിന്റെ അറസ്റ്റിൽ വടകരയിൽ യുഡിവൈഎഫ് പ്രകടനം നടത്തി. വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ച കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് വടകരയിൽ യുഡിവൈഎഫ് സിപിഐഎമ്മിനെതിരെ പ്രകടനം നടത്തി. പ്രതിയെ അറസ്റ്റ് ചെയ്തതിലൂടെ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെ ഡിവൈഎഫ്ഐയുടെയും ഇടതുമുന്നണിയുടെയും പങ്ക് കൂടുതൽ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ പോലീസിന് സാധിച്ചുവെന്ന് യുഡിവൈഎഫ് ജില്ലാ ചെയർമാൻ ആർ ഷഹീൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് നാടിനെ ഭിന്നിപ്പിക്കാൻ ബോധപൂർവം നടത്തിയ ശ്രമമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വടകര ടൗണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് യുഡിവൈഎഫ് നേതാക്കൾ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും ഈ വിഷയത്തിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടവുമായി മുന്നോട്ടു പോകാനാണ് യുഡിഎഫ് തീരുമാനം. പ്രതിഷേധ പ്രകടനത്തിന് യുഡിഎഫ് വടകര നിയോജക മണ്ഡലം ചെയർമാൻ അഫ്നാസ് ചോറോട്, കൺവീനർ സി നിജിൻ എന്നിവരും നേതാക്കളായ അൻസീർ പനോളി, സജിത്ത് മാരാർ, സഹീർ കാന്തിലാട്ട്, ഹാരിസ് വി പി, അജിനാസ് യു, അഭിനന്ദ് ജെ മാധവ്, ദിൽരാജ് പനോളി, അഫ്സൽ പി കെ, സി മർവാൻ, അനന്തു പുതുപ്പണം, ജിബിൻ രാജ് തുടങ്ങിയവരും നേതൃത്വം നൽകി. പ്രത്യേകിച്ച് വടകരയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയമാണ് കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട്. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ പോലീസ് ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ തെളിവുകളില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ കേസ് UDF സർക്കാർ വന്നതിന് ശേഷം യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. കേരളത്തിലെ യഥാർത്ഥത്തിലുള്ള പൊളിറ്റിക്കൽ പോയിസൺ ആരാണെന്ന് കേരളീയ പൊതുസമൂഹം ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടനയാണ് കേരളത്തിലെ യഥാർത്ഥ പൊളിറ്റിക്കൽ പോയിസൺ എന്നത് ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ജിതിൻ ഭാസ്കർ, തിരുവള്ളൂർ മേഖലാ സെക്രട്ടറി, വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗം, അദ്ദേഹത്തെ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹമാണ് ആദ്യമായി ഈ സ്ക്രീൻഷോട്ട് വടകര സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആദ്യമായി പ്രചരിപ്പിച്ചത് ഈ ജിതിൻ ഭാസ്കർ ആണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിനും UDYF-നും ആവശ്യപ്പെടാനുള്ളത്, ഈ ജിതിൻ ഭാസ്കർ എന്ന് പറയുന്ന വ്യക്തി ഡിവൈഎഫ്ഐയുടെ നേതാവ് കേവലം ഒരു ടൂൾ മാത്രമാണ്. ഇത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ മാത്രം. യഥാർത്ഥത്തിൽ ഇതിന്റെ പിറകിൽ വലിയതായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. മാറ്റുന്നതിന് വേണ്ടി യാതൊരു എളുപ്പമില്ലാതെ ഷാഫിക്കെതിരെ വർഗീയ കാർഡുമായി കാഫിർ എന്ന രൂപത്തിലേക്ക് ഇയാൾക്ക് കാഫിറാണ് കാഫിറായ ആളുകൾക്ക് ശൈല ടീച്ചർക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന രൂപത്തിലേക്ക് അങ്ങേയറ്റത്തെ പച്ചയായ വർഗീയത വടകരയിൽ ആകെ പ്രചരിപ്പിച്ചുകൊണ്ട് വോട്ട് തട്ടാൻ വേണ്ടിയുള്ള ശ്രമം ഇവർ നടത്തുകയുണ്ടായി. ആ സമയത്ത് നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനായ ചെറുപ്പക്കാരന്റെ പേരിലേക്ക് ഈ കുറ്റം ആരോപിച്ചുകൊണ്ട് അവന്റെ പേരിൽ പരാതിയുമായി ഇവിടുത്തെ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ പോലീസിനെ സമീപിക്കേണ്ടായി. അവസാനം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോ ആ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായ ചെറുപ്പക്കാരൻ തികച്ചും നിരപരാധിയാണെന്ന് കണ്ടെത്തുകയും അവന്റെ ഫോണിൽ നിന്നല്ല ഇത് ഉണ്ടാക്കിയിട്ടുള്ളതെന്നും മറിച്ച് ഇത് ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നും വളരെ വ്യക്തമായി മനസ്സിലായതോടുകൂടി കേരളത്തിലെ പോലീസ് ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ രാഷ്ട്രീയപരമായ ഒരു ഇടപെടൽ നടത്തി. റിബേഷ് ചാമേഷ് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ അന്നത്തെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഇത് പ്രചരിപ്പിച്ചത് എന്ന് മാത്രം കണ്ടെത്തി ഈ കേസ് അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറായപ്പോഴാണ് ഈ കഴിഞ്ഞ കേരളത്തിൽ അധികാരത്തിൽ ഏറ്റെടുത്ത UDF-ന്റെ നേതൃത്വത്തിലുള്ള VD സതീശൻ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് തികച്ചും സമൂഹത്തിനകത്ത് വർഗീയത പ്രചരിപ്പിച്ച് ആളുകളെ തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളാണ്, ഇടപെടലുകളാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഗീയത സമൂഹത്തിനകത്തേക്ക് വെച്ചുപുറപ്പിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു SIT രൂപീകരിക്കുകയും ആ SIT കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി നടത്തിയ അന്വേഷണത്തിന്റെ ഫലമായി ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ഡിവൈഎഫ്ഐയുടെ നേതാവായ ജിതിൻ ഭാസ്കർ ആണെന്നും അദ്ദേഹമാണ് ഇത് വടകര സ്ക്വാഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് ആദ്യമായി പ്രചരിപ്പിച്ചത് എന്നും അതിനു പുറമെ ഈ CPM-മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സൈബർ ഹാൻഡുകളിലേക്കും ഇത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിയത് ജിതിൻ ഭാസ്കർ ആണെന്ന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി മെമ്പറായിരുന്ന ജിതിൻ ഭാസ്കർ ആണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ജിതിൻ ഭാസ്കറെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്.